സെറ്റായിട്ടുണ്ട്. സോയാബീൻ കറി സെറ്റായിട്ടുണ്ട്. സ്റ്റൗ അവിടെ കത്തിച്ച് തന്നെ വെച്ചേക്കുക. കുറച്ച് ചൂടായിക്കോട്ടെ നിർത്തി. ഈ സാധനം ഇത്ര നേരം തുറന്നിട്ടേക്കില്ലായിരുന്നു, ഇപ്പം അടച്ച്. നമ്മുടെ ഈ പ്ലേറ്റ് ഒന്നുമില്ല വേറെ. അപ്പം അതിനകത്ത് കഴിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം. ബൈ 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 ബൈ. അയ്യോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഉറങ്ങി ഒരു 4:30 വരെ ഉറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് തണുപ്പ് അങ്ങോട്ട് കൂടാൻ തുടങ്ങി. അടുത്ത് നോക്കിയപ്പം -4 വരെയായി. സ്ലീപ്പിംഗ് ബാഗിനകത്ത് കടന്നിട്ടും ഇതേ നോക്ക്, 3 സോക്സ്, 3 പാൻറ്റ്, ജാക്കറ്റ് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഗ്ലൗസ് ഇട്ടിട്ടും നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കുന്നില്ല. 4 മുട്ട ബോയിൽ ചെയ്യാനായിട്ട്. പ്രോട്ടീൻ വേണം നടക്കാൻ. അതുകൊണ്ട് ഓക്കെ, ബാക്കി പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇനി പാക്ക് ചെയ്യണം കേട്ടോ ഇവിടുന്ന്. അത് കുറച്ചുകൂടെ ടാസ്ക്കാണ്. ചിലപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കാണാം. ഇവിടെയാണ് കേട്ടോ നല്ല തെണ്ടടിച്ച്. ഇവിടെ മൊത്തം എന്തേ ഐസ് വീണ പോലെ കിടപ്പുണ്ട്. നമുക്ക് നല്ല തണുപ്പുണ്ട്. ഇവിടെ നമ്മൾ തെണ്ടടിച്ച് ഇന്നലെ. ഇതൊരു നദിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇന്നലെ വെള്ളം എടുത്തിട്ട് കുക്ക് ചെയ്തേ. ഹാങ്ങിങ് ബ്രിഡ്ജ് വഴി അപ്പർ സൈഡിൽ ചെല്ലണം. എന്നിട്ട് ബാക്കി ഇതുവഴി ഇങ്ങനെയോ ചോദിച്ചിട്ട് പോകണം. അവിടുന്ന് വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ബാക്കിൽ നിന്ന് എവിടെ നിന്നാണ് സൂര്യൻ വരുന്നത്. ഇതുണ്ടോ, ഷാഡോ ഇവിടെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ പോകാൻ പറ്റത്തില്ല, ടെൻറ്റ് മൊത്തം നനഞ്ഞിരിക്കുമോ. അപ്പോൾ ഇതേപടി മടക്കി വെച്ച് കഴിഞ്ഞാൽ ഹോളൊക്കെ വീഴും. അതുകൊണ്ട് വെയിൽ വന്ന് കുറച്ചൊന്ന് ഉണങ്ങിയിട്ട് പോകാമെന്ന് ഓർത്തോണ്ടാ. ഇതുണ്ടോ, പുള്ളി അവിടെ ഉണ്ട്. രാത്രി ഒരു 4 മണി വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് സ്ഥിതിയൊക്കെ മാറാൻ തുടങ്ങി. ഇവിടെ ഞാൻ കിടന്ന ഇവിടെ ടെൻറ്റിൻ്റെ ഇട വലിയ കുഴപ്പമില്ല. പുള്ളിയുടെ ടെൻറ്റിൻ്റെ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഇത് ഐസ് വീണ് കിടക്കുന്നു. ഞങ്ങൾക്ക് और ये देख सकते हो कुछ इसमें जो फ्लिपिंग देगा ना, ഐസ് വീണ് കിടക്കുന്നു ഇവിടെ. ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. അത് 0 ഏകദേശം -2 -3 കണ്ടായിരുന്നു ഇന്നലെ ഞാൻ നൈറ്റ് നോക്കിയപ്പോഴത്തേക്കിന്. പെട്ടെന്ന് ഉറങ്ങാൻ പറ്റാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ ഇത് ഇത്ര ഡിഗ്രി ആയെന്നോ ജസ്റ്റ് നോക്കിയപ്പോൾ -3. ആ -3 കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. പിന്നെ 3 കഴിഞ്ഞില്ലോ നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ നോക്കാൻ പോയില്ല. സൂര്യൻ നോക്കി എന്നിട്ട് സൂര്യൻ ഇച്ചിരി ലേറ്റ് ആകുന്നുണ്ട്. ഇനിമേ പോകാനുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ മുട്ട ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ പ്രോട്ടീൻ അടിച്ചിട്ട് നേരെ പോവുക. നീ ഉച്ചയ്ക്ക് പോയിട്ട് ചാവലോ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കണം. നൈറ്റ് മാഗി അങ്ങനത്തെ ഉള്ളൊരു മൂഡിലാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം മുട്ട ഉണ്ടാക്കി കഴിഞ്ഞ് ചായ ഉണ്ടാക്കി. ഇത് കഴിച്ചിട്ട് നേരെ പോകണം. ഇപ്പം തന്നെ അധികം ടൈം കളയാനില്ല. ഇന്നലെ തന്നെ നമ്മൾ ഉച്ചയായപ്പോൾ ഇറങ്ങിയോണ്ടാണ് ഇവിടെ വന്ന് ടെൻ്റ് അടിക്കേണ്ടി വന്നത്. രാവിലെ ഇറങ്ങുമായിരുന്നുണ്ടെങ്കിൽ ചോമ്പ്രോങ് വില്ലേജിൽ ചെല്ലായിരുന്നു. അപ്പം ഇന്നലെ അങ്ങനെ ലേറ്റായി. ഇന്നും കൂടെ അങ്ങനെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ വല്ല കാട്ടിലടിക്കേണ്ടി വരും. അതുകൊണ്ട് ചോമ്പ്രോങ് വില്ലേജ് എത്തിയിട്ട് ഇന്ന് എപ്പോൾ ചെല്ലുന്നോ അപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ സബ്മിറ്റ് ടൈമിൽ ലേറ്റാവും, പണി കിട്ടും. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഇത് നമ്മുടെ ടോർച്ച്. ഇനി ടെൻ്റൊക്കെ മടക്കാനുണ്ട്. വെയിൽ വന്നിട്ട് ടെൻ്റ് മടക്കാമെന്ന് ഓർത്തായിരുന്നു. പക്ഷേ വെയിലിപ്പം എന്തേ ഒരു നദിയുടെ സൈഡ് വരെ ആയിട്ടുണ്ട്. നോക്കട്ടെ. ഇത് നമ്മുടെ ടെൻറ്റിനകത്ത് ഇടുന്ന സാധനം കേട്ടോ. വെയിൽ വന്ന അവസാനം ഇവിടെ നമുക്ക് ടെൻറ്റിൻ്റെ മേളിൽ ഇടുന്ന റെയിൻ കാർ. അപ്പം അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. മൊത്തം നനഞ്ഞിരിക്കും. ഇതേപടി മടക്കി വെച്ച് കഴിഞ്ഞാൽ ഡാമേജ് ആവും, ഹോളൊക്കെ വീഴും. കൊണ്ട് കുറച്ച് നേരം അവിടെ കൊണ്ട് ഇടുവാണെങ്കിൽ
ഉണങ്ങിക്കോളും ഇത്. ഇവിടെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഈയൊരു ഒരു പുള്ളിക്കാരൻ വന്നേ, പുള്ളിയോട് ചോമറോങ് വില്ലേജിലോട്ട് ഏതുവഴിയാണ് പോകണ്ടെന്ന് ചോദിച്ചു. പുള്ളി ഇതുവഴി മേളിൽ കയറിയിട്ട് നേരെ അങ്ങോട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. കാശിംബായും അത് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ബ്രോ പുള്ളിയും അത് വിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലിടാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇത് ഉണങ്ങും. ഇപ്പം തന്നെ കുറേ ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങാതെ എടുത്തിടുന്നത് ടാസ്ക്കാണ്. അതുകൊണ്ട് ഈ അന്നപൂർണ ട്രക്കിങ്ങിൻ്റെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴേ അതിൽ കുറേ റീലൊക്കെ വരും. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ റീലൊക്കെ നമുക്ക് വരും. പക്ഷേ അങ്ങോട്ടേക്ക് ഇനി കയറണമെങ്കിൽ ഇനി തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് മേളിൽ നിന്ന് എങ്ങനെ കറങ്ങിയേ വരാൻ പറ്റത്തുള്ളൂ. അതാണ് ടാസ്ക്. അപ്പോൾ അത് കയറാൻ പറ്റത്തില്ല. ഈ ഒരു ചെറിയ പാലത്തെ കൂടെ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്തിട്ട് ആ വഴി കയറി ഇങ്ങനെ പോകണം. നമസ്തേ ഗൈസ്. ഇപ്പം ടെൻ്റ് അടിച്ചിരുന്നല്ലേ, ഇവിടെയാണ് ടെൻ്റ് അടിച്ചത്. ഏകദേശം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നേരെ അതാണ് പോകാനുള്ള വഴി. നേരെ അങ്ങോട്ട് പോകണം. കണ്ടോ വണ്ടി പോകുന്ന വഴിയുണ്ടോ? അത് ഒരു വാട്ടർ ക്രോസാണ്. അത് വണ്ടി പോകുന്ന വഴി അപ്പുറത്തേക്ക്. പക്ഷെ നമുക്ക് അതുവഴി പോകാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ഇതുണ്ട്, ചെറിയ ഒരു തടിയും കൊണ്ടുണ്ടാക്കിയ പാലം. അവിടത്തേക്കൂടെ പോകണം ഇപ്പം ഇനി അതുവഴി. അപ്പം നടക്കാൻ തുടങ്ങട്ടെ. ഏകദേശം ഇപ്പോൾ 10 മണി ആയിട്ടുണ്ട്. ഇപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ ചോമറോങ് വില്ലേജ് പിടിക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടെൻ്റ് അടിക്കാനോ ക്യാമ്പ് ചെയ്യാനോ എന്തെങ്കിലും നോക്കണം. ഇനി അധികം നടന്ന് 2 വില്ലേജ് കവർ ചെയ്യുന്ന ഇന്നത്തെ ദിവസം പോസിബിൾ അല്ല. അതുകൊണ്ട് ഇന്ന് ചോമറോങ്ങിൽ തന്നെ സ്റ്റേ ചെയ്താലോ എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഈ പാലത്തെ കൂടെ ആട്ടോ പോകണ്ടേ. പക്ഷേ ഇതെല്ലാം പോയി കഴിഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഓ ഇതിൻ്റെ കൊമ്പ് കണ്ടോ എൻ്റെ മോനെ. അപ്പം തീരാറായിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാലത്തെ കൂടെ ആയിരുന്നു പോകുന്നത്. പക്ഷെ അത് കയറണമെങ്കിൽ ഇനി ബാക്കിൽ പോയിട്ട് പിന്നെയും കറങ്ങി വരണം. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഈ പാലത്തേക്ക് കയറി ആ ഒരു വൈറ്റ് വഴി നേരെ മേളിൽ കയറി ഇങ്ങനെ നേരെ അങ്ങോട്ട് പോകണം. നടുക്കൂടെ പോകുന്ന ആ ചോക്ലേറ്റ് കളറ് അത് താഴെ പോയി കേട്ടോ. അതെ, ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സാധനം, പട്ടി. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു പട്ടി നടക്കുന്നത് നോക്ക്. ഇവിടം വരെ വന്നിട്ട് എനിക്ക് മനസ്സിലായില്ല. അത് പോയിട്ടുണ്ട്. ഇനി ഇതുവഴിയെ പോകണം. ഈ പാലം കയറി നല്ല തണുത്ത വെള്ളമാട്ടോ താഴെ കൂടെ ഒഴുകുന്നേ. പാലം കാണാൻ വേണ്ടി നടന്ന് ഇവിടം വരെ വന്നാ നമുക്ക്. ഞാൻ മേളിലെത്തി. അവിടെ ആയിരുന്നു ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത്ര എളുപ്പമല്ല. നമുക്ക് ഇവിടെ എന്താ ഗസ്റ്റ് ഹൗസോ എന്തുകൊണ്ട്. ഇവിടെ ഒരു അപ്പച്ചനുണ്ട്. പുള്ളിയെ മാപ്പൊക്കെ കാണിച്ചു തരുന്നുണ്ട്. अन्नपूर्णा दोस्तों, वहाँ पर अपन को जाना है अन्नपूर्णा बेस कैंप। तो ये दादाजी ने अपन को अच्छे से गाइड कर दिया है यहाँ पर और रास्ता भी बता दिया है. धन्यवाद. वेरी ब्यूटीफुल पीपल. പുള്ളി വഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു വീടുണ്ടോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158 159
ഈ ഫ്ലാഗ് ഇങ്ങനെ പറക്കുന്ന കാണുമ്പോൾ പോസിറ്റീവ് ഫീലാണ്. ഇതിൻ്റെ ഓരോ കളറിനും ഓരോ അർത്ഥമുണ്ട് കേട്ടോ. ഓം മണി പത്മേഹും അങ്ങനെ അവത്തെ എഴുതിയിരിക്കുന്നത്. ഇന്നലെ മൊത്തം കാടായിരുന്നു, ഇന്നും കാടുണ്ട്. പക്ഷെ റോഡിൻ്റെ സ്ഥിതിയൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ചെറിയ റോഡാട്ടോ. ഇത്രയും വായു ഉണ്ട്. ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയിരിക്കും. താഴേന്ന് കയറി വരുന്ന ഇവിടുന്ന് അമ്മേ ഇന്നത്തെ ദിവസം കുറച്ചുകൂടെ ടഫാട്ടോ. നേരെ കുത്തനെയുള്ള സ്റ്റെപ്പുകളാ. നമുക്ക് അങ്ങ് താഴേന്ന് ഒരുമാതിരി സ്റ്റെപ്പായിപ്പോയി. ഇനി ചൊമ്രോങ് കഴിഞ്ഞിട്ട് 2 വില്ലേജും കൂടെ കവർ ചെയ്യാനായിട്ടുണ്ട്. അതും ഇതുപോലെ 1-2 മലകൾക്ക് അപ്പുറമായിരിക്കും. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്ന 2 മലയില്ലേ, 2 അല്ല, ഈ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു മലയും ഈ ഒരു മലയും, ഇത് അപ്പുറത്തൊരു മലയുണ്ട്. അതുവഴി നടന്ന് ഈ മലയ്ക്ക് ചുറ്റിനും ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇവിടെ വന്ന് ഇവിടുന്ന് മൊത്തം ഇങ്ങനെ ഇറങ്ങി 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 ഫുള്ള് കാടായിരുന്നു. അങ്ങനെ ഇതുവഴി വന്നിട്ട് ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ച്, അത് കഴിഞ്ഞിട്ട് ആ മല വഴി വന്ന് ഈ നദി ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്ത് വന്നിട്ട് കാണുമ്പോൾ എളുപ്പം, പക്ഷേ ചെറിയ ചെറിയ വഴികളാണ്. ഇതുവഴി ഇങ്ങനത്തെ ഇതുണ്ടോ, ഇങ്ങനത്തെ സ്റ്റെപ്പുകളാ. അതാണ് കുഴപ്പം. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകും. ഇന്നലെ ചൊമ്പ്രം വില്ലേജ് എത്തണം. ഇനി പയ്യെ നടക്കുന്നുള്ളൂ. അയ്യോ, ഇതെല്ലാം കയറി. ഇന്ന് കുറച്ചുകൂടെ ടാസ്ക് കേട്ടോ ഇന്നലത്തെക്കാളും. നമ്മളിപ്പോൾ ഉള്ളത് കിംറോങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് ചൊമ്രോങ്ങിലേക്ക് ഇനി 2 മണിക്കൂറുണ്ട്. കിംറോങ് ടു ചൊമ്രോങ് 2 hour. അതായത് ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ചൊമ്രോങ് വില്ലേജ് എത്തും. അവിടെ നിന്ന് സിൻവ, ബാംബു, തുവാൻ, ഹിമാലയ, MBC മാച്ചുപുച്ചേരി ബേസ് ക്യാമ്പിലെത്തും ലാസ്റ്റ്. അവിടെ നിന്ന് ഇതുവഴി ട്രക്ക് ചെയ്ത് ഹിംശൂലി മൗണ്ടൻ ഇങ്ങനെ മേളിൽ ചെന്നിട്ട് ഇവിടെയാണ് ABC ബേസ് ക്യാമ്പ്. ഇത് അന്നപൂർണ സൗത്ത്. അവിടുത്തെ ആ ദീദിയോട് വെള്ളം ചോദിച്ചേ. ഈ ഒരു ബോട്ടിൽ മാത്രമേ ഉള്ളൂ. ഉണ്ടായിരുന്നൊരു ബോട്ടിൽ എവിടെ മിസ്സായി. ഇപ്പോൾ ഈ പൈപ്പിൽ നിന്ന് എടുത്തോളാം എന്ന് പറഞ്ഞേ. ഇതുവഴി പോകണം കേട്ടോ. ഇത് കിംറോങ് വില്ലേജ്, അടുത്തതാണ് ചൊമ്രോങ്. 2-3 മണിക്കൂർ 2 മണിക്കൂർ ഇവിടുന്ന്. ഇപ്പം ട്രക്ക് ചെയ്തൊരു പുള്ളി വന്നിട്ടുണ്ട്. പുള്ളിക്ക് ഇവിടെ ഗൈഡുണ്ട്. ബ്രോ, ഹൗ മച്ച് ഫോർ ഗൈഡ്? I don't know. I paid in Kathmandu to a trekking agency. How much you paid? $1,000. $1,000? Yeah. Okay. For the whole and complete trek, included food and Guide, accommodation. Porter? Guide porter? No, it's only a guide. Okay. I carry my own backpack. Oh. ജർമ്മനിന്നാട്ടോ. പുള്ളിയുടെ ഗൈഡുണ്ട്. പുള്ളി കാഠ്മണ്ഡു വെച്ചാണ് ഈ പാക്കേജ് എന്തോ ടീമിനെ കോൺടാക്ട് ചെയ്താൽ
അപ്പോൾ അവർ ഗൈഡിനെ സെറ്റ് ചെയ്ത് കൊടുത്ത്. ഗൈഡിന് കൊടുക്കുന്നത് $1000, ഏകദേശം 90,300 സംതിങ് പുള്ളി ഏകദേശം കൊടുക്കുന്നത്. പുള്ളി ഒന്ന് നോക്കി ഏകദേശം 1,00,000 രൂപ അടുത്ത് കൊടുത്ത് ഈ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് വരെ പോകുന്നത്. ഞങ്ങളോ താഴെ ഇതുണ്ട്, കോളിഫ്ലവർ. ഇത് കോളിഫ്ലവർ ആണ് എനിക്കറിയത്തില്ല കേട്ടോ. ഇവിടെയുള്ള വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കും. എന്തോ ആണോ? അതെ, ലുക്ക്. ഇവിടുത്തെ മേളിലത്തെ ചേച്ചി. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ, ഇവിടെ വാഷ്റൂം ഉണ്ട്. പിന്നെ ഇന്നലെ അവിടെ നിന്ന് കയറി നമ്മളോർത്ത് വാഷ്റൂമും കാര്യങ്ങളൊന്നും കാണത്തില്ലെന്ന്. മേളിൽ വാഷ്റൂം ഉണ്ട്. പുള്ളിക്കാരോട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാർ പറഞ്ഞ് ഇവിടുന്ന് ഫുഡ് കഴിക്കുവാണെങ്കിൽ വാഷ്റൂം വൈഫൈ എല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ താഴെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, യൂസ് ചെയ്തോളാൻ പറഞ്ഞു. മറുത്തിട്ടിരുന്ന കേട്ടോ. അങ്ങാണ് നദിയുടെ അപ്പുറത്ത് നിന്ന് ട്രക്ക് ചെയ്യാൻ തുടങ്ങിയത്. വേറെ 2 പേരുണ്ടായിരുന്നേ. ഇപ്പം അവന്മാർ ഒരാൾ ഹരിയാന, ഹൈദരാബാദ്. മാറൊക്കെ ചെറിയ ബാഗാണ്. ഇത് എൻ്റെ ബാഗ് പൊക്കി നോക്കിയിട്ടിട്ട് ഉയ്യോന്ന്. ഈ 2 ബാഗും കൂടെ തോന്നുന്നത് 30 കിലോ അടുത്ത് വരുമായിരിക്കും. താഴേന്ന് കയറി വന്ന് ഇവിടെ ഇരുന്ന് കുറച്ച് മുസ്ലി കഴിച്ച്. മുസ്ലിയുടെ പവറിൽ നടക്കാൻ പോവാ. പവറുണ്ടോയെന്ന് നോക്കട്ടെ. പുള്ളിയുടെ വടി പോയിട്ട് വേറൊരു വടിയെടുത്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സ്റ്റിക്കില്ലാതെ നടക്കാൻ പറ്റത്തില്ല. ഈ കുത്തനുള്ള കയറ്റമാണ്. പെട്ടെന്ന് ഇത്ര വെയിറ്റായിട്ട് കയറുന്നുണ്ട് പുറകോട്ട് മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഇപ്പോൾ വീഴാൻ പോവാണെങ്കിൽ തന്നെ ഞാൻ തന്നെ എത്ര തവണ സ്റ്റിക്ക് എടുത്ത് കുത്തി പുറകിൽ. അതുമല്ല മേലോട്ട് ഇത്ര വെയിറ്റായിട്ട് കയറുമ്പോഴും കുത്തിയിട്ട് കയറാനായിട്ട് ഒരു ബാക്ക് സപ്പോർട്ടാ. हमारी हालत खराब हो रही है. ഓക്സിജനൊക്കെ കമ്മിയാവുന്നുണ്ട്. പുറകോട്ട് മേലോട്ട് നോക്കിയാൽ പിന്നെ കയറാൻ തോന്നത്തില്ല. കയറുമ്പോൾ മേലോട്ട് നോക്കില്ലേ. 2 ദിവസം കൊണ്ട് ഞാൻ പഠിച്ചതാ. ട്രക്കിങ്ങിനിടയ്ക്ക് മേലോട്ട് നോക്കില്ലേ, താഴോട്ട് നോക്കി കണക്കാ. ജർമ്മനി വാലേനെ കിട്ടി കേട്ടോ. ഇനി ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ള 2 കിലോമീറ്റർ നടക്കാനായിട്ട് 2 മണിക്കൂറാണ് പറയുന്നത്. ആ ഫ്രണ്ടേ പോകുന്നത് ഗൈഡാ. നമ്മൾ ഗൈഡൊന്നും ഇല്ല പോകുന്നുണ്ട്. പുള്ളി ചോദിച്ചു ഗൈഡ് ഇല്ലേന്ന് ചോദിച്ചു. നോ എന്ന് പറഞ്ഞു. ഇവിടുന്ന് ചോമറോങ് വില്ലേജിലോട്ട് 2 കിലോമീറ്ററും 2 മണിക്കൂറും. അതായത് മേളി വരെ ചെല്ലാനായിട്ട് 1 മണിക്കൂർ. അവിടുന്ന് താഴേക്ക് പോകണം. ഈ കയറിയ മല അതേപടി തിരിച്ചു ഇറങ്ങണം അപ്പുറ സൈഡിൽ നിന്ന്. അതിനാണ് 2 മണിക്കൂർ. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല. എന്തായാലും അവിടെ ചെന്നിട്ടേ ഉള്ളൂ ബാക്കി നോക്കുന്നുള്ളൂ. ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിരുന്നു ഇവിടെ. പക്ഷേ വെള്ളമില്ല. കുറച്ച് വെള്ളം ഇരിപ്പുള്ളൂ. അതിനകത്താണ് മൊത്തം പൊടി പോലെ. താഴത്തെ ആ പൈപ്പിൽ നിന്ന് എടുത്താൽ എന്തുവാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കുടിക്കാനൊരു ഇത്. പുള്ളിയുടെ ബാഗിൽ മുട്ട പൊട്ടിപ്പോയി കേട്ടോ. ഒരെണ്ണേ പൊട്ടിയിട്ടുള്ളൂ. അതിനകത്താക്കി വെച്ചിരുന്നോ. എൻ്റെ ഈ ബാഗിനകത്തായിരിക്കുന്നത്. ആ ഒരു ഇത് മേടിച്ചിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് ഹാഫ് പുള്ളിയുടെ ബാഗിലും ഹാഫ് എൻ്റെ ബാഗിലും വെച്ചിരുന്നത്. അതിനകത്ത് ഒരെണ്ണം പൊട്ടി. ഇപ്പം അതൊന്ന് ഡീലാക്കണം ആദ്യമേ. അങ്ങോട്ട് കളയാന്ന് ചോദിച്ചേ.
കളയാന്ന് ഓർത്തേ മുട്ട, പക്ഷേ കളയുന്നില്ല, കളയാൻ തോന്നില്ല. നമ്മളത് ഫ്രൈ ചെയ്യാൻ പോവാം. അപ്പം വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ, പിന്നെ വാഷ് ചെയ്യുന്നതല്ലേ. ഒരു 2 മണിക്കൂറാണെന്ന് കഴിയുമ്പോൾ കിമ്രോങ് എത്തും. കിമ്രോങ് അല്ല, ചൊമ്രോങ് എത്തും. അവിടെ ചെന്നിട്ട് വാഷ് ചെയ്യാം ഇനി ബാക്കി. ആക്കി കഴിഞ്ഞ് പിന്നെ നടക്കാൻ തുടങ്ങി. കണ്ണൂർ പിള്ളേർ മേലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെ എഴുന്നേക്കുന്നതെന്ന് കാണിച്ചു തരാം. നല്ല വെയിറ്റ് ഉണ്ട്. ഇരുന്നിട്ട് ഇങ്ങനെ എഴുന്നേക്കുന്നത്. ഇത്ര നല്ല വെയിറ്റും കൊണ്ട് ഈ ഒരു ഇത്ര കയറി ചെല്ലുന്ന നല്ല ടാസ്ക്കാ. ചൊമ്രോങ്ങിൽ കുറച്ച് വെയിറ്റ് വേണം നമുക്കവിടെ വെച്ചിട്ട് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ പൈസ കൊടുക്കണം. ചിലപ്പോൾ ചോദിക്കുന്ന 500-1000 ഒക്കെ ആയിരിക്കും, പറയാൻ പറ്റത്തില്ല, ഇത്ര മുകളിലായതുകൊണ്ട്. നടന്ന് എവിടെ എത്തി? ഇപ്പോൾ ഒരു മണിക്കൂറോളം നടന്ന്. ഈ തന്നെ പറഞ്ഞ കണ്ണൂരുള്ള പിള്ളേരേട്ടോ, അമ്മമാരുണ്ട് കൂടെ. ഒരു മല ഇവിടുന്ന് തെന്നി താഴേക്ക് പോയത്. ഇത് നോക്ക്, നടക്കാൻ തുടങ്ങി. ഇവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ഇരുന്നായിരുന്നു. അപ്പം എന്താ ഇവിടെ ഇതുപോലെ എന്തുകൊണ്ട് കെട്ടി വെച്ചേക്കുന്നു, പോകാൻ പറ്റുമോ അറിയത്തില്ല. ചോദിക്കാനാണ് ഇവിടെ ആരും ഇല്ല. ഇതുവഴി അങ്ങ് പോകാമെന്ന് വെച്ച്. പറ്റുമെന്ന് എന്നിട്ട് എൻ്റെ അടിക്കണമെന്ന് തന്നെ തോന്നേ. ആ വീട്ടിലെ പുള്ളിയോട് ചോദിച്ചു, അവിടെ എൻ്റെ അടിച്ചോടെന്ന്. പുള്ളിയുടെ ബഫലോസ് ആർ കമ്മിങ് എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ സ്പേസ് ഇല്ല. മുമ്പോട്ട് നടക്കുമ്പോൾ കുറച്ച് സ്പേസ് ഉണ്ടെന്നാണ് പറഞ്ഞേ. പക്ഷെ വെള്ളം കിട്ടുമെന്ന് അറിയത്തില്ല. അവിടെ കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വെള്ളം വേണം, അത് മസ്റ്റാ. അപ്പോൾ അവിടെ നിന്ന് വന്നാൽ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുപ്പിക്കകത്ത് എടുത്തുള്ളൂ, പക്ഷെ അത് പോരാ. നല്ല രീതിക്ക് മടുക്കും. പക്ഷേ ഉണ്ടല്ലോ, ഇടയ്ക്ക് നടന്നു വരുമ്പം ഇതേപോലുള്ള വ്യൂ കാണുമ്പം പിന്നെ ഓക്കെ ആവും. നാളെ ഇതിനപ്പുറം കിട്ടുമല്ലോ എന്നോർത്ത് പിന്നെ ആ ഒരു പവർ അങ്ങ് വരും. ആ ഒരു മൂഡിൽ പിന്നെയും നടക്കും. ലുക്ക്, ഇതേ നമ്മുടെ ഫ്രണ്ട് വന്ന അമ്മമാരവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പം തന്നെ 4:30 ആയിട്ടുണ്ട്. സൂര്യനും കാര്യങ്ങളെല്ലാം പോയി. ഒരു ചൊമ്രോങ് ട്രൈ ചെയ്താലോന്നുണ്ട്, പക്ഷേ ഇരുട്ടായി കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുക. പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഒന്ന് മനുഷ്യനൊരു നല്ല മനുഷ്യനാട്ടോ പുള്ളി. കണ്ടോ അവിടെ ചെൻ്റെ അടിച്ചോളാൻ പറഞ്ഞു കേട്ടോ. പിന്നെ വെള്ളമുണ്ട് അവിടെ, പൈപ്പുണ്ട്. ആ പൈപ്പിനകത്ത് വെള്ളം എടുത്തോളാനും പറഞ്ഞു. പിന്നെ ഫോണിലൊക്കെ ചാർജില്ല. ഫോണിലല്ല, പവർ ബാങ്ക് ഒന്ന് ചാർജ് ചെയ്യണം. ഒറ്റ ദിവസം കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്ര ചാർജേ ഉള്ളൂ പവർ ബാങ്കിൽ. പവർ ബാങ്ക് ഒന്ന് ചാർജ് ചെയ്യണം. അവിടെ ടെൻ്റൊക്കെ അടിച്ചിട്ട് കുക്ക് ചെയ്യാനുള്ള പരിപാടി തുടങ്ങണം. ഇല്ലെങ്കിൽ രാത്രി ആകുമ്പോൾ തണുപ്പ് വന്നു കഴിഞ്ഞാൽ പരിപാടി നടക്കത്തില്ല. പൂണ്ടോ മുടിയൊക്കെ മൊത്തത്തിൽ നനഞ്ഞാകെ ഇത്രയും തണുപ്പുണ്ട്, എന്നിട്ടും വിയർത്ത് ഒരു പരുവാകുന്നുണ്ട്. കാസിംബായ ഇവിടെ ഉണ്ട്. ഇവരുണ്ട് ഒരു മലയാളീസ് കേട്ടോ അപ്പുറത്തിരിക്കുന്നത്. പക്ഷെ അവന്മാർ ചൊമ്രോങ് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇന്നെന്തായാലും നടക്കത്തില്ല. നമ്മളിന്ന് ലേറ്റായി ഇറങ്ങിയപ്പം ഒരു 11-12 ആ ടൈമിലെങ്ങാണ്ട് ഇറങ്ങിയത്. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇറങ്ങാമായിരുന്നു. പക്ഷേ ടെൻ്റെല്ലാം നനഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. ടെൻ്റെല്ലാം ഉണക്കാനൊക്കെ ഇട്ട് സമയം പിടിച്ച് എല്ലാം പെറുക്കിയൊക്കെ വന്നപ്പം 11-12 മണിയായി. This is a road. Yes, this is a road. Oh, okay. You look this high. Some more this. No, bro, I want to plain.
That's why I choose this place. Okay. Oh. जमीन चुभता है. चुभता है, पीठ में चुभता है ये. पत्थर चुभता है. Okay. Yes. ടെൻ്റ് അടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദേ മേളത്തെ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ പോയിട്ട് ബ്രോ ബഫലോ ഈസ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് എന്നെ വിളിച്ചിട്ട് കൊണ്ട് പയ്യെ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ പോയിട്ട് നോക്കിയിട്ട് ഒരു 15 മിനിറ്റ് ആയി പുള്ളി പോയിട്ട്. ഞാൻ നോക്കും മേളിൽ പോയി കയ്യും കെട്ടി നിൽക്കുമായിരുന്നു. നല്ല തണുപ്പിറങ്ങുന്നുണ്ട്. ടെൻ്റെല്ലാം റെഡിയായി. ബാഗ് സ്ലീപ്പിംഗ് ബാഗ് എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫുഡ് ഉണ്ടാക്കണം. വൈദ്യ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ടെൻറ്റിനകത്ത് കയറി ഞാൻ എന്താ ഇവിടെ ഫുഡിന് കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുക. വൈദ്യ ചോറുണ്ടാക്കുന്നു. സോയാബീൻ കറി വെക്കാമെന്നാണ് ഇന്നത്തെ പരിപാടി. ഈ മുളക് സാധനമൊക്കെ എൻ്റെ ബാഗിനകത്തായിരുന്നു. ഇതൊരു കൂറ കേട്ടോ ഇതുങ്ങളുടെ. എന്തോ എൻ്റെ ഇവിടെ നമ്മൾ രണ്ടടിച്ചേക്കുന്നത്. അപ്പം എന്തേ ചോറ് സെറ്റായിട്ടുണ്ട്. ഇതേ ചോറ് സോയാബീൻ കറി ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. എന്തേ ഏകദേശം രാത്രിയായി കേട്ടോ. നോക്ക് പുറത്തോട്ട് ഫുള്ള് രാത്രിയായിട്ടുണ്ട്. നമ്മുടെ ലാഗ് ഒരൊറ്റ പാൻ മാത്രമേ ഉള്ളൂ. മറ്റേ പാൻ ചെറുതാണ്. അതിനകത്തുണ്ടാക്കാൻ ടാസ്ക്കാണ്. തൊട്ടപ്പുറത്ത് കുതിരയോ കാളയോ എന്താണെന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ കൂടെ അതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. മണിയിൽ ഇങ്ങനെ അത് കിടന്നത് സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ. നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ ഫ്രീസാണ് ഓൾറെഡി. പക്ഷേ തുറന്നിട്ടേക്കുന്നത് ഇതിങ്ങനെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിത് അടച്ചിടുന്നത് കുറച്ച് ഡേഞ്ചർ കേട്ടോ. എപ്പോഴും ഓപ്പൺ ഏരിയ മാത്രം കുക്ക് ചെയ്യുക. ഇതുപോലെ ടെൻറ്റിനകത്താണെങ്കിൽ തന്നെ ഈ ഒരു ഡോറ് അടച്ചിടണം. അപ്പോൾ ശരിയപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. ഇനി ഉറങ്ങണം. ഇന്നലെ രാത്രി കാലൊക്കെ മൊത്തം ഫ്രീസായിരുന്നു. ഇന്നലെ എനിക്കിന്ന് ചൂടുവെള്ളം ഉണ്ടാക്കാൻ നേരത്ത് ഇതിനകത്ത് കയറി ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇത് കുറച്ച് ചൂടകത്ത് നിൽക്കും. ഇന്നലെ എൻ്റെ സത്യം പറഞ്ഞാൽ സ്റ്റൗ ഒക്കെ എടുക്കാൻ പോലും എനിക്ക് എഴുന്നേക്കാൻ വയ്യായിരുന്നു. ഞാൻ ആ സ്ലീപ്പിംഗ് ബാഗിനകത്തങ്ങ് കടന്നങ്ങ് പോയി. ഇന്നെന്തായാലും ഈ സാധനം സ്റ്റൗ എടുത്ത് നമ്മുടെ ടെൻറ്റിനകത്ത് വെക്കും. നമ്മൾ ഇന്ന് ഈ രണ്ട് ടെൻറ്റും അടിച്ചിട്ടുണ്ട്, ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും. അപ്പം ബാഗും കാര്യങ്ങളെല്ലാം ഈ ഒരു ടെൻറ്റിനകത്ത് വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും അതിനകത്ത് അപ്പുറത്തെ ടെൻറ്റിൽ കിടക്കാനായിട്ടാണ് പ്ലാൻ. അപ്പം അപ്പുറത്തെ ടെൻറ്റിൽ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഹീറ്റ് ഉണ്ടല്ലോ, നമ്മൾ രണ്ടുപേരുടെ ബോഡി ഹീറ്റ് ഈ ടെൻറ്റിനകത്ത് നിന്നോളൂ. അപ്പം അങ്ങനെ ചെയ്യാനായിട്ടാ. അപ്പോൾ ഓക്കെ, ഞാനത് ടോർച്ച് അടിച്ച് പിടിച്ചേക്കുവാ. ഇതുണ്ടോ, എൻ്റെ ഒരു ടോർച്ചുണ്ട് തലയിൽ വെക്കുന്നത്. അത് അപ്പുറത്തെ ടെൻറ്റിനകത്താണ്. നീ എഴുന്നേക്കാൻ മടിയെ പുറത്തോട്ടിറങ്ങാനായിട്ട്. അതുകൊണ്ടാണ്. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങണം. സെറ്റായിട്ടുണ്ട്. സോയാബീൻ കറി സെറ്റായിട്ടുണ്ട്. സ്റ്റൗ അവിടെ കത്തിച്ച് തന്നെ വെച്ചേക്കുക. കുറച്ച് ചൂടായിക്കോട്ടെ നിർത്തി. ഈ സാധനം ഇത്ര നേരം തുറന്നിട്ടേക്കില്ലായിരുന്നു, ഇപ്പം അടച്ച്. നമ്മുടെ ഈ പ്ലേറ്റ് ഒന്നുമില്ല വേറെ. അപ്പം അതിനകത്ത് കഴിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം. ബൈ 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 ബൈ. ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അവിടെ കൊണ്ടുപോയി പവർ ബാങ്ക് എല്ലാം ചാർജ് ചെയ്യാനിട്ട് ഇനി കയറി കിടക്കണം. നമ്മൾ ഈ ടെൻറ്റിൽ നമ്മൾ രണ്ടുപേരും കൂടെ കിടന്നിട്ട് ബാഗ് എല്ലാം കൂടെ ഇതിനകത്ത് വെക്കാമെന്ന് ഓർത്താട്ടോ. അങ്ങനെ നമ്മൾ രണ്ടുപേരും ടെൻറ്റിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ചൂടാകത്താവാൻ വേണ്ടിയിട്ട് ഇത് കത്തിച്ച് വെച്ചേക്കുക. കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ബോഡി ഹീറ്റ് ഉണ്ടല്ലോ, രണ്ട് പേരുടെ ബോഡി ഹീറ്റ് ആകുമ്പോഴത്തേക്കിനകത്ത് നിന്നോളും. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ബാഗ് എല്ലാം കൂടെ എടുത്ത് അപ്പുറത്തെ ടെൻറ്റിൽ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും ഇതിനകത്ത് നടക്കുന്നത്. ഗൈസ് അപ്പം ഉറങ്ങാൻ പോകട്ടോ.
7:45 ഉള്ളു. പക്ഷേ വേറെ വഴിയില്ല. ഇന്നലെ ടെൻ്റടിച്ചെടുത്ത് റേഞ്ച് ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ റേഞ്ച് കമ്മിയാണ്. ആണ്